വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ളോഗ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്നപ്പോൾ ഡിന്നറിനൊന്ന് പുറത്തു പോയാലോ എന്നൊരാലോചന. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയാണ് കേട്ടോ. സാധാരണ ഞങ്ങൾ ഡിന്നറിനൊക്കെ പോകുന്നത് ട്രിവാൻഡ്രം സിറ്റിയിലോട്ടാണ്. പക്ഷേ ഇത്തവണ ഞങ്ങളൊന്ന് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ പോകാൻ പോകുന്നത് പൂവാറുള്ള സിനി കഫേ റെസ്റ്റോറൻറ്റിലേക്കാണ്. പൂവാറ് തുരുത്തിൽ ഗ്രാനൈറ്റ്സിൻ്റെ ഓപ്പോസിറ്റാണ് ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ റിവ്യൂസും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ജസ്റ്റ് അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് നോക്കിയപ്പോൾ കണ്ടൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇവിടെ തന്നെ പോകാൻ തീരുമാനിച്ചത്. ഒരു 2-3 months ആയിട്ടുള്ളൂ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടെന്നാണ് ചെക്ക് ചെയ്തപ്പം കണ്ടത്. പിന്നെ അവിടെ ചെന്ന് എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആംബിയൻസ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഇങ്ങനൊരു സംഭവം നമ്മുടെ അടുത്ത് തന്നെ ഉള്ള കാര്യം നമ്മളാരും അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ അവരുടെ പാർക്കിംഗ് ഏരിയ ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ടതാണ്. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാൻ സൗകര്യത്തിനാണ് അവർ പാർക്കിംഗ് ഏരിയയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബേബി വണ്ടിക്കകത്ത് ഇടുന്നതിന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഒരു സൈഡ്, ഒരു പാർട്ട് എന്ന് പറയുന്നത് കുട്ടികൾക്കായിട്ടുള്ള ഒരു പാർക്കിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ മുതലേ ഹേനു വണ്ടിയിലിരുന്നേ പാർക്കിൽ പോവാന്ന് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒറ്റ വാക്കിൽ സിനി കഫേ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും 5 in 1 ആണെന്ന് പറയും. കാരണം അവരുടെ പാർക്കിംഗ് സൗകര്യം മെയിൻ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ തന്നെ. അത്രയും ആൾക്കാർക്ക് വണ്ടി ഒതുക്കാനുള്ള നല്ല നീറ്റായിട്ടൊരു സൗകര്യം ഒരുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ലൊരു ഏരിയ അവരെടുത്തിട്ടുണ്ട്. ബർത്ത്ഡേ സെലിബ്രേഷൻ ആയാലും ബർത്ത്ഡേ സെലിബ്രേഷന് പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് DJ സെറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. അത് മാത്രമല്ല, റെസ്റ്റോറൻറ്റ് ബേസ് നോക്കുമ്പോൾ ക്വാളിറ്റിയുള്ള ഫുഡ് അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടുന്ന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ആംബിയൻസ്, ഫാമിലി ആയിട്ട് ഈവനിങ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് തോന്നി. എല്ലാവർക്കും പോയിരിക്കാനും കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങാനും എല്ലാത്തിനും സൗകര്യമുള്ള ഒരു അടിപൊളി ലൊക്കേഷനായിട്ട് എനിക്ക് തോന്നി. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് മോർണിംഗ് 11 o'clock മുതൽ ഉണ്ടാകും. നൈറ്റ് 12 o'clock ഇവർ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ 12 o'clock വരെ നമുക്ക് എല്ലാവർക്കും അവിടെ നിൽക്കാം, ഫോട്ടോസ് എടുക്കാനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൂവാറ് വഴി പോകുന്നവർ എന്തായാലും ഒന്ന് കയറി നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരോടായിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഹേനു ബേബി ആദ്യം തന്നെ ഇവിടെ ഇതാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ അവർ പ്രത്യേകം കൊടുക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറച്ച് നല്ല ആംബിയൻസും ഒക്കെയാണ് കേട്ടോ. അകത്ത് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയാണ് ജസ്റ്റ് കണ്ട ഉടനെ ഓടിപ്പോയത് ഹേനു. പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ അവൻ പാർക്കിൽ പോകുന്ന തിരക്കിലായിരുന്നു. ആക്ച്വലി പറഞ്ഞാൽ പാർക്ക് കണ്ടത് കൊണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങ് പോകാൻ നിൽക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. നല്ല ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിള്ളേർ. അപ്പം നമ്മൾ എന്തായാലും ഹേനുവിനെ നമ്മൾ നേരത്തെ വിചാരിച്ചത് ഫുഡ് കഴിച്ചിട്ട് പാർക്കിലോട്ട് കൊണ്ടുപോകുള്ളൂ എന്നുള്ളത്. കാരണം ഫുഡ് കഴിക്കാതെ പോയി കഴിഞ്ഞാൽ അവൻ പിന്നെ വരത്തില്ല ഫുഡ് കഴിക്കാൻ. അവനെ പിന്നെ നിർബന്ധിച്ച് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്തായാലും വിചാരിച്ചു ആദ്യം ഫുഡ് കഴിക്കാൻ തന്നെ പോവാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലത്തെ കുറച്ച് ജീവികളെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അവരുടെ സ്റ്റാച്ചു ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാറും ഒരു സ്കൂട്ടറും ഫോട്ടോ എടുക്കുക എന്നുള്ള രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട്. ഹേനു ബേബി കുറച്ച് നേരം പുറകിലൊക്കെ ഇരുന്നായിരുന്നു. പിന്നെ കുറച്ച് ഫ്രണ്ടിൽ വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അങ്ങനെ ഫ്രണ്ടിൽ കയറിയിരുന്നു. പിന്നെ അവിടെ ഇരുന്നിട്ട് കുറേ നേരം ഫോട്ടോസ് എടുക്കാനായിട്ട് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ പപ്പയും കൂടെ വന്ന് നിന്നു. ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുന്ന പറഞ്ഞ് പപ്പയും കൂടെ വന്ന് നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് എടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ തന്നെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. കാരണം ഇവൻ കുറച്ചുകൂടെ അലമ്പായി കഴിഞ്ഞാൽ വരത്തില്ലല്ലോ ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഞങ്ങളോട് പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടേബിൾ ഇല്ലെന്നാണ് വിചാരിച്ചത്. കാരണം ടേബിളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ആൾക്കാർ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് കഷ്ടിച്ചൊരു ടേബിൾ കിട്ടിയതാണ്. കാരണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അകത്ത്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ടേബിളേ ഒഴിഞ്ഞ് കിടപ്പുള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയിരുന്നു. പിന്നെ അവർ ക്ലീൻ ചെയ്തൊക്കെ തന്നു കേട്ടോ. ഉടനെ തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്തു. അങ്ങനെ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ പോയിരുന്നു. ചെന്നിരുന്നപ്പം ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്യിപ്പിച്ചൊന്നുമില്ല.
പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാൻ ആൾ വന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. പിന്നെ എന്താ പറയുക, സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾക്കൊരു ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ജ്യൂസായിരുന്നു കേട്ടോ. ഒരു ലെമൺ ഫ്ലേവറുള്ളൊരു ജ്യൂസ് തന്നെയായിരുന്നു അത്. അപ്പം ഞങ്ങളെല്ലാവരും അത് കുടിച്ചു. പിന്നെ ഹേനു ബേബിക്ക് ഞങ്ങൾ ആദ്യമേ ഒരു വാട്ടർമെലൺ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവന് വാട്ടർമെലൺ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ഫുഡൊക്കെ വരാൻ പറഞ്ഞത്. ആദ്യം അവന് വാട്ടർമെലൺ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ താമസമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എത്തി. അതിനകത്തുള്ള ആംബിയൻസ് എന്ന് പറയുന്ന ഒരു കേരള ടൈം തോന്നുന്ന രീതിയിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞത് ബീഫ് ചാപ്സ് ആണ്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ചപ്പാത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊറോട്ട ഒരു രക്ഷയില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിരുന്നു, അതുപോലെ നല്ല ചൂടുണ്ടായിരുന്നു. സെയിം ഇത് തന്നെയായിരുന്നു ചപ്പാത്തിയും നല്ല സോഫ്റ്റ് ആയിരുന്നു, അതോടൊപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മോമോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു മോമോ ലവറാണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു സെറ്റ് മോമോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. ആക്ച്വലി ചിക്കൻ ബിരിയാണിയുടെ റൈസ് ശരിക്കും പറഞ്ഞാൽ മന്തി റൈസിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മോമോയാണ് ആദ്യം ട്രൈ ചെയ്തത്. മോമോ ട്രൈ ചെയ്തെന്ന് പറയുമ്പം ഞാനൊരു മോമോ ലവർ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ചട്നി കിട്ടിയില്ല എന്നൊരു പരാതി എനിക്കുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ കൂടെ കിട്ടുന്ന ചട്നി എന്ന് പറയുന്നത്. പക്ഷേ ചട്നി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനകത്തുള്ള ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ബാക്കിയൊന്നും കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് കുടിക്കാനായിട്ട് ലെമൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ലെമണും ഫ്രൂട്ട് സാലഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട് സാലഡ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഒരു ഫ്രൂട്ട് സാലഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫ്രൂട്ട്സും അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചൊക്കെ തുടങ്ങി. അമ്മ ആദ്യം പൊറോട്ടയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്തത്, പപ്പ ചപ്പാത്തിയും. പിന്നെ ഹേനു ബേബിക്കാണെങ്കിൽ പിന്നെ ഫ്രൂട്ട് സാലഡിൽ ഐസ്ക്രീം കണ്ടപ്പോൾ വേറെ ഒരു ഫുഡും വേണ്ടായിരുന്നു. അവൻ അത് മാത്രം കുത്തിയിരിക്കുമായിരുന്നു. ഒരു വാട്ടർമെലൺ ജ്യൂസും അല്പം കുടിച്ചായിരുന്നു. പിന്നെ ഇച്ചിരി പൊറോട്ട ടേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഐസ്ക്രീം കണ്ടത്. അപ്പം പിന്നെ വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്ത് അവസാനം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഹേനുവിനെ പാർക്കിലോട്ടൊന്ന് കൊണ്ടുപോകണം, അതാണ് അടുത്ത ലക്ഷ്യം. അവൻ ഇറങ്ങിയപ്പോഴേ പാർക്കിൽ പോകാനുള്ള പിണക്കത്തിലായിരുന്നു. അപ്പാപ്പനും മോനും കൂടി കാറിലിരുന്ന് ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ DJയുടെ പോർഷനിലൊന്ന് ഞങ്ങൾ കയറിയിട്ടാണ്, ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഹേനു പാർക്കിൽ പോകാനുള്ളൊരു ഇതിൽ അവിടെ ഡാൻസ് ഒന്നും കളിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഭയങ്കര ഇൻട്രസ്റ്റ് കയറിയായിരുന്നു, പക്ഷേ കളിക്കാനുള്ളൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ആ DJയുടെ സൈഡിലെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് പാർക്കിൻ്റെ ഏരിയ ആണ്. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു പാർക്കിൽ. ഹേനു ബേബിയും പാർക്കിൽ എല്ലാ റൈഡും കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, കാരണം ചിലതൊക്കെ അവന് പറ്റത്തില്ല എന്ന് തോന്നിയതുകൊണ്ട് അവൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഇതിൽ കയറണം ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഇഷ്ടമുള്ളതിലൊക്കെ കയറി കേട്ടോ. ഏറ്റവും കൂടുതൽ അവൻ ഇഷ്ടപ്പെട്ട് കയറിയത് ഒരു ഡക്കിലായിരുന്നു. ഈ ഡക്കായിരുന്നു അത്. ഡക്കിൽ കുറേ നേരം ഇരുന്നായിരുന്നു. ഒരു 5-6 പ്രാവശ്യമെങ്കിലും മാറി മാറി ഡക്കിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ 2-3 റൈഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ കുറേ പിള്ളേരെ കിട്ടിയപ്പോൾ അവരോട് ഊഞ്ഞാലൊക്കെ ആടി കേട്ടോ. ഞങ്ങൾ പിന്നെ ആ പിള്ളേർ ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ഞാനും പപ്പയും ഒന്ന് ആടാനായിട്ട്. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആ പിള്ളേരൊക്കെ ഇറങ്ങിപ്പോയപ്പോൾ ഞാനും പപ്പയും കൂടി ആ ഊഞ്ഞാലോട്ടൊക്കെ ഒന്ന് കയറിപ്പോയിരുന്നായിരുന്നു. ഹേനു ബേബി പിന്നെ കുറേ നേരം കയറിയൊരു റൈഡായിരുന്നു ഇത്. ഇതിലെന്താണ് അവന് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കുറേ നേരം കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. റിപ്പീറ്റ് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് വരുന്നത് വരെ. അപ്പോൾ ഞങ്ങൾ 11:30 വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇറങ്ങിയത്. ഹേനു ബേബിക്ക് വരാനൊരു ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് നിർബന്ധിച്ചിട്ടൊക്കെയാണ് പിന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. ഈ പൂവാറിൻ്റെ ഭാഗത്തായിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ ഒന്ന് കയറി നോക്കുക, ഫുഡൊക്കെ കഴിച്ച് നോക്കുക. ഫാമിലി ആയിട്ട് നൈറ്റ് പോയിരിക്കാനും അവരെ പാർക്കിലൊക്കെ കളിപ്പിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോയാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ
താങ്ക് യു. ബൈ.